evening, Rajota. Welcome to the evening, the cast and crew. So, ഇന്നത്തെ ഈവനിങ്ങിൽ റെഡ് എഫ് എം പ്രസൻസ് ഐ നോബഡി ആന്തം ലോഞ്ചിന്റെ ഈ വേദിയിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൊമെന്റ് ആണ്. പൃഥ്വിരാജ് സുകുമാരൻ, ജെയ്ക്സ് ബിജോയ് എല്ലാവരും ഒന്നിക്കുന്ന വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമ, മാസ്റ്റർ ക്രാഫ്റ്റ് സിനിമ. ആൻഡ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള മുകേഷ് മെഹത്തെ E4 എക്സ്പെരിമെന്റ്സ് സാറിനെ വെൽക്കം ചെയ്യുകയാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു നിഖിൽ ജോയ്, താങ്ക് യു സോ മച്ച്. Thank you to Cochin, lovely crowd. Thank you to Prithviraj Sukumaran and Prithviraj Productions. Supriya, there is Supriya ji not here. Okay. They are the biggest. ഇവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഐ നോബഡി എന്ന് പറയുന്ന പടം നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതേപോലെ ഈ പടത്തിൻ്റെ ഡയറക്ടർ നിസാം ബഷീർ ഈ പടത്തിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു. പിന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, എവറിബഡി ഈസ് ലുക്കിംഗ് ഫോർ ദി ആന്തം സോങ് ടുഡേ ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇൻ ദ ഫിലിം. And the most important thing is the subject which has been chosen by Prithvi is not the usual Prithvi film which you have seen, I think, in the last 5 to 6 years. It's total, maybe after Memories, maybe. I think after Memories, they were a totally different film. And ഇത് ഒരു മലയാളം പടമായ കാരണം ആൾക്കാർ ഇത് നല്ല രീതിയിൽ സ്വീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. Thank you, Cochin, for once again turning out in large numbers to appreciate and welcome our favorite star, Prithviraj Sukumaran. Thank you. Okay, sir. ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. സാറ് ചൂസ് ചെയ്യുന്ന സിനിമകൾ കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഡൗട്ട് തോന്നും, പക്ഷെ സാറിന് വലിയൊരു ഐഡിയ ആണ്. കാരണം ലൂസിയ, പോർത്തോടിയില് ഇതിൻ്റെയൊക്കെ ഒരു അസോസിയേഷൻ ആയിട്ട് E4 എക്സ്പെരിമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഇപ്പൊ ദൃഢമായിക്കോട്ടെ, സക്സസ്ഫുൾ ആയിട്ട് OTT-ലാണെങ്കിൽ ഒരുപാട് അഭിപ്രായം കേട്ട് ദൃഢമായിക്കോട്ടെ, ഇതിലൊക്കെ കാണുമ്പോഴത്തേക്കും എങ്ങനെയാണ് സാർ ഒരു സിനിമയ്ക്ക് യെസ് പറയുന്നത്? കേൾക്കുമ്പോൾ സാറിന് പേടി തന്നെ തോന്നാറില്ല? ഞാൻ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കില്ല. മേ ബി ഞാനൊരു ഗുജറാത്തി ആയ കാരണം ഇങ്ങനത്തെ മലയാളം പടങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, സോ അങ്ങനെ മലയാളം പടങ്ങൾ ഇഷ്ടപ്പെട്ട് പ്രൊഡ്യൂസർ ആയതാണ് അല്ലേ? അതെ. ഓക്കെ, ഈ ഐ നോബഡി കേട്ടപ്പോഴും അതുപോലൊരു എന്താ ക്യൂരിയോസിറ്റി? ഐ നോബഡി ക്രെഡിറ്റ് വന്നിട്ട് പൃഥ്വിരാജ് സുപ്രിയ കൂടി പോകണം. കാരണം ഇത് എല്ലാവരും തീരുമാനിച്ച് ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ ഒരു ഡിസിഷൻ എടുത്തതാണ്. അപ്പോൾ ഇതേപോലെ നല്ല പടങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കും എന്ന് പ്രാർത്ഥിക്കും. ഡെഫിനറ്റ്ലി. താങ്ക് യു സോ മച്ച് സാർ. സാറിനെ പോലുള്ളൊരു സപ്പോർട്ടാണ് മലയാള സിനിമയുടെ വളർച്ച. താങ്കൾ എടുക്കുന്ന ധൈര്യമാണ് ഒരുപാട് നല്ല സബ്ജക്റ്റുകൾ സിനിമയായി ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആസ്വദിക്കാനുള്ള അവസരമായി മാറും. താങ്ക് യു സോ മച്ച് സാർ. മുകേഷ് മെഹ്ത, E4 എക്സ്പെരിമെന്റ്സിന്റെ പ്രൊഡ്യൂസർ. ഒരു വലിയ കൈയ്യടി, ഒരു വലിയ കൈയ്യടി. കം ഓൺ ഗയ്സ്. സോ ഈ വേദിയിൽ നമുക്കിനി പടത്തിൽ താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഒന്നിച്ച് ഇതിന്റെ ടീസർ ഒന്ന് പ്ലേ ചെയ്യാം. വെൽക്കം, വെൽക്കം സമീർ. ജൂലൈ 9-നാണ്. എന്താ പറയണ്ടേന്നോ? ആഹാ, ഇത് പരീക്ഷയ്ക്ക് ഞാൻ പഠിപ്പിച്ച് കൊച്ചിനെ കയറ്റി വിടുന്നത് പോലെ ഉണ്ട്. എന്താല്ലേ നിങ്ങളുടെ വേദിയിൽ ഇത്ര അല്ല എഴുത്തുകാരാ, എനിക്കൊരു സംശയം. ഇത്രയും നിങ്ങൾ എഴുതുന്ന സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എഴുതുമ്പോൾ അത് കാണാൻ കാത്തിരിക്കുന്ന ഇത്ര ആൾക്കാരെ കാണുമ്പോൾ എന്താ പറയണ്ടേന്ന് ചോദിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു? സ്റ്റേജിൽ കയറാൻ പേടിയാണോ? ജൂലൈ 9-നാണ് ഐ നോബഡി റിലീസ് ആവുന്നത്. അപ്പൊ എക്സൈറ്റഡ് ആണോ? പേടിയുണ്ടോ? എന്താണ്? പേടിയില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആക്ച്വലി ദുബായ് പ്രൊമോഷൻസിൽ പറഞ്ഞ പോലെ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. മേ ബി ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഖലീഫ റീൽസൊക്കെ ഭയങ്കര വൈറലാണല്ലോ. അപ്പോൾ പ്രത്യേകം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ജോലിയുടെ ഇടയിൽ കയറി വന്നിരിക്കുന്ന ഒരു രാജീവിൻ്റെയും ഒരു വീരയുടെയും കഥയാണ്. മേ ബി അവരെ ഏതെങ്കിലും ഒരു ക്രൈസിസിൽ പെട്ടാൽ അവരുടെ ഫൈറ്റിൻ്റെയും സർവൈവലിൻ്റെയും സ്റ്റോറി. അത്രയും പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ, അത്രയും പറയാൻ അറിയുള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നേരത്തെ മുകേഷ് സാറ് പറഞ്ഞു ഈ സിനിമ പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരാൾ ചിലപ്പോൾ ചെയ്യില്ല എന്ന് വരും. എഴുതിയ പകരം എന്തിനാ വീണ്ടും വീണ്ടും പറയണേന്നോ?
അങ്ങനെയല്ല എന്നാ എങ്ങനെയാണ് ശരിക്കും ഞങ്ങൾക്ക് എന്താ റൈറ്ററുടെ ഒരു സ്ക്രിപ്റ്റ് പെർസ്പെക്റ്റീവ് എഴുതുമ്പോഴേ പൃഥ്വിരാജ് തന്നെ മനസ്സിലുണ്ടായിരുന്നോ ആള് ചെയ്താൽ മാത്രമേ ഇത് ഓടുള്ളൂ അല്ലെങ്കിൽ ആക്ച്വലി ഞങ്ങളിത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എടുത്ത് പറയണമെന്ന് വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് അറിയില്ല ആരുടെ അത് പോവാന്ന്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഐഡിയ വന്നപ്പം ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിരുന്നു. സെക്കൻഡ് ഹാഫ് വർക്ക് ചെയ്തപ്പം പ്രത്യേകം എന്നാണ്. പക്ഷേ പൃഥ്വിരാജിന് വേണ്ടി എഴുതിയിട്ടില്ല. രാജീവൻ എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി അത് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അത് ജൂലൈ 9 കാണാം. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. റോഷാക്ക് കണ്ടിട്ട് സമീറിന്റെ വർക്കുകൾ കാണാൻ ഫാൻ ബേസ് ഉള്ള ഒരു സമൂഹം തന്നെയുണ്ട്, ഒരു ഓഡിയൻസ് പൂൾ തന്നെയുണ്ട്. അവരോട് എന്താണ് ഐ നോബഡി എന്ന ചിത്രമായിട്ട് വരുമ്പോൾ പറയുന്നത്? റോഷാക്ക് പോലെ അത്ര എക്സ്പെരിമെന്റൽ അല്ല. എല്ലാ സിനിമയും ഒരു എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു മെയിൻ സ്ട്രീം സിനിമയാണ്. എന്തൊക്കെയോ കുടുംബങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും എന്തോ വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മെമ്മറീസിന് ശേഷം പൃഥ്വിരാജ് സുകുമാരന്റെ അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയാണ്, ഒരു ത്രില്ലർ ആക്ഷൻ. ഒന്നും പറയാൻ പറ്റില്ല. എന്തത് ഈ മനുഷ്യൻ ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ പഠിപ്പിച്ചൊക്കെ പോയി തോന്നുന്നല്ലേ? ആക്ച്വലി ഇത് സോഷ്യോ പൊളിറ്റിക്കൽ എലിമെന്റ്സ് ഉണ്ടാവാം, ഫൈറ്റ്സ് ഉണ്ടാവാം. പക്ഷേ ഞാൻ പറയാ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. ഏത് ഇവന്റ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരു ഫാമിലിക്കുള്ളിലാണ്. സോ ഇതൊരു ഫാമിലി ഡ്രാമ എന്നാണ് ഞാൻ വിളിക്കുക. ഓക്കെ ഓക്കെ സമീർ, കൂടുതൽ കഷ്ടപ്പെടുത്തുന്നില്ല. സമീർ ഇവിടെ എന്നോട് കുറെ നേരമായിട്ട് പറയുന്നു മതിയും മതിയും മതിയും. താങ്ക് യു സമീർ, താങ്ക് യു സോ മച്ച്. വലിയ കൈയടി. എനർജി കുറച്ചുകൂടെ പോരട്ടെ. ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ രാജുവേട്ടനെ കാണാനല്ലേ? പോരട്ടെ. ഏറ്റവും സന്തോഷത്തിൽ ഒന്ന് ചെയർ ചെയ്തേ ഊന്ന് പറഞ്ഞേ. സാധാരണഗതിയില് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ശീലം. ഇന്ന് ഞങ്ങൾ കാണാനും കാണിക്കാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. E4 Experiments and പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഐ നോബഡി ആന്തം ലോഞ്ചിന്റെ ഇന്ന് ഈ ഒരു വേദിയിൽ നമുക്ക് പൃഥ്വിരാജ്, അതുപോലെ ജേക്സ് ബിജോയ്, ഹക്കീം ഷാ, പ്രൊഡ്യൂസർ, അങ്ങനെ ഒരുപാട് ആളുകൾ മുന്നിൽ കിട്ടിയിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇവരോട് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അല്ലേ? ഇവർക്ക് എന്താണ് ആ സിനിമയെ പറ്റി പറയാനുള്ളത് എന്നാണ് അറിയാനുള്ളത്. എക്സാക്ട്ലി. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് മിസ് ചെയ്യുന്നതിന്റെ ഡയറക്ടർ തന്നെയാണ്. അപ്പോ അദ്ദേഹത്തോട് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെ? ഈ സിനിമയെ പറ്റി. സിനിമ ഹിറ്റായി, സിനിമ റിലീസായി ഹിറ്റായതിനു ശേഷം. ഓക്കെ ഫൈൻ. സോ ബിഫോർ ദാറ്റ് ഹക്കീം, മൈ ബ്രദർ, മിസ്റ്റർ നോബഡി, വെൽക്കം ടു ദ സ്റ്റേജ്. നമ്മളിപ്പോ ട്രെയിലറിൽ കണ്ടു അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെടുക്കണേ കുറച്ച് പണിയെടുക്കണം. അപ്പൊ എത്രത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി ഹോംവർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഹക്കീം. എന്റെ ഹാർഡ് വർക്കാണ് പറയുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയാ, ഒരു വലിയ താങ്ക്സ് ആണ് രാജചേട്ടനോടും, E4, നിസാം, സമീർ, ജേക്സേട്ടൻ എല്ലാവരോടും. ഇത് ഭയങ്കര എന്താ പറയാ സൗണ്ട് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ക്രൂ ഉള്ള ഒരു പടമാണ്. ഇതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം ഞാൻ അഭിമാനിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധനായ, കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അതിനുവേണ്ടി വലിയ പണിയൊന്നും ഇല്ല. അല്ല, അത് പിന്നെ അത് ജൂലൈ 9 അറിയാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനൊപ്പം ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ഹക്കീം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോലീസ് കഥാപാത്രങ്ങൾ കുറെ അധികം വരാറുണ്ട്. ചിലതൊക്കെ ഞാൻ ഒഴിവാക്കി വിടാറുണ്ട്, പക്ഷെ ചിലതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എന്തായിരുന്നു ഈ ഒരു ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് പോയിന്റ്? അല്ല, ഇതിന്റെ ഐഡിയ കേട്ടപ്പോൾ തന്നെ നമുക്ക് നോ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഐഡിയ ആണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ തീർച്ചയായും നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ സ്വാർത്ഥനാവുമല്ലോ, ഉറപ്പായിട്ടും ചാടി വീഴും. ഇപ്പൊ ഒരു പോലീസ് ക്യാരക്ടർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു ബാക്ക് ഒരു 5-6 വരും. അത് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ഈ കഥാപാത്രം ഭയങ്കര ശക്തമാകുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ല. അത് തന്നെയാണ് അതിന്റെ മെയിൻ കാരണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഐ നോബഡി ആന്തം ലോഞ്ച് ഇവിടെ നടക്കുമ്പോൾ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ആന്തം ലോഞ്ചിന് വേണ്ടി തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഒരാളിനെയും കൂടെ വേദിയിലേക്ക് വിളിക്കണ്ടേ? ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ, നമുക്കായി നമ്മളെ ത്രസിപ്പിക്കുന്ന സംഗീതം ഒരുക്കുന്ന ജേക്സേട്ടനെ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം ജേക്സ് ബിജോയ്. ജേക്സേട്ടാ നമസ്കാരം. ജേക്സേട്ടാ, ഈ സ്റ്റോറി കേട്ടപ്പോ ഐ നോബഡി ഫസ്റ്റ്
ഫസ്റ്റ് മനസ്സിലേക്ക് വന്ന ഒരു മ്യൂസിക്കൽ തോട്ട് എന്താണ്? ഒരു മെലഡി ആണോ, ഒരു റിതം ആണോ, ഓർ എന്തെങ്കിലും ഒരു സിമ്പിൾ ഫീലിംഗ് ആണോ? ഈ കഥ കേട്ടപ്പോ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വന്ന ഒരു മ്യൂസിക്കൽ തോട്ട് എന്താ? ഹലോ എവരിവൺ. ഒരു ഹലോ ഒക്കെ തിരിച്ചു പറയൂ, ഒന്ന് ചിയർ ചെയ്യൂ, ആ എനർജി ഒക്കെ ഒന്ന് കേൾക്കട്ടെ. നോബഡിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ ബ്രീഫാണ്. നിസാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യങ് ഡയറക്ടേഴ്സ്, അപ്കമിങ് ഡയറക്ടേഴ്സിൽ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസ്. അപ്പൊ സമീർ നിസാമിന്റെ ഒരു കോമ്പിനേഷനിൽ അങ്ങനെ ഒരു കോൾ വന്നപ്പോൾ തന്നെ ഐ വാസ് എക്സൈറ്റഡ്. കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് വോയിസ് അല്ല, ബട്ട് സംതിങ് ദാറ്റ് ഐ വുഡ് വാണ്ട് ടു കോൺട്രിബ്യൂട്ട്. അപ്പൊ ഇതിന്റെ ബ്രീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റീൽ മെറ്റീരിയൽ വേണ്ട, വൈറൽ കണ്ടന്റ് വേണ്ട, ജെക്സ് ഈ പടത്തിന് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്താൽ മതി. അത് തന്നെ ഒരു ഡ്രീം ബ്രീഫാണ്. അപ്പൊ നിസാമിന്റെ റോഷാക്കിൽ അറിയാം ഇംഗ്ലീഷ് പാട്ടുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ഞങ്ങൾ ഹിന്ദി സോങ്സ് വെച്ചാണ്. കാരണം ഇതിന്റെ സബ്ജക്ട് ഒരു ഫാമിലി, സമീർ പറഞ്ഞ ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരു രാജീവിന്റെയും വൈഫിന്റെയും കഥ. അപ്പൊ അതിനെ ഒരു ഒരു വളരെ വലിയൊരു സ്പേസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ നമ്മൾ ഹിന്ദിയാണ് ചൂസ് ചെയ്തത്. അപ്പം അതാണ് ഇതിന്റെ ടൈറ്റിൽ ട്രാക്ക്. ഒരുപാട് പേര് എന്തായാലും ജെയ്സേട്ടന്റെ ഒരു ഇംഗ്ലീഷ് ട്രാക്ക് ഈ സിനിമയിൽ ഉണ്ടാവുന്ന അതിനൊരു സസ്പെൻസ് ഉണ്ട്, അത് ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. അത് ഒരാഴ്ച റിലീസ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിംഗർ അത് പാടിയിട്ടുമുണ്ട്. അപ്പം അത് രാജു പറയണമെങ്കിൽ ഇന്ന് പറയട്ടെ, ഞാനായിട്ട് ഇപ്പൊ പറയുന്നില്ല. അപ്പൊ നമുക്കായിട്ട് ഇനി സംഗതികൾ കാത്തിരിപ്പുണ്ട് എന്ന സാരം. ഹാപ്പിയാണോ? ആണോ? പിന്നെ നോബഡിയില് നമുക്കറിയാം നമ്മള് ഈ വർഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് ദുരന്തർ. ദുരന്തറില് ടൈറ്റിൽ സോങ് പാടിയ സുധീർ is here. സുധീർ, I'm so happy you came all the way from Delhi. Thank you so much. സുധീർ ആണ് നമ്മുടെ ടൈറ്റിൽ സോങ് വിത്ത് ഒരു പഞ്ചാബി ആർട്ടിസ്റ്റ് സിമ്രൻ ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞൊരു തമിഴ് റാപ്പറും കൂടെ പാടിയിട്ടുണ്ട്. സോ ഇതില് അങ്ങനെ ഒരു സിനിമ സൗണ്ട് ട്രാക്കിൽ വർക്ക് ചെയ്യുന്നതിലുപരി ഒരു ഇൻഡിപെൻഡന്റ് ആൽബം വർക്ക് ചെയ്യുന്ന ഫീൽ ആയിരുന്നു. ഒരു 5-8 പാട്ടുകളുണ്ട് സിനിമയില്. അപ്പൊ പല ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയുടെ ഞാൻ ഓവർ ബിൽഡപ്പ് ഒന്നും തരുന്നില്ല, ബട്ട് ഇറ്റ് ബി എ ഡിഫറെന്റ് ഫിലിം. ഇറ്റ് ബി വൺ ഡിഫറെന്റ് ഫിലിം ദാറ്റ് യു വിൽ സീ ദിസ് ഇയർ. അതില് എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഫാമിലിക്കുള്ളതും ഒരു ആക്ഷൻ ബാക്ക് സിനിമയാണ്. ബട്ട് മോർ ഇമ്പോർട്ടന്റ്ലി ഇത് അഡ്രസ് ചെയ്യുന്ന സബ്ജക്ട് ഇസ് ഡിഫറെന്റ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് പൃഥ്വി, നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു പൃഥ്വിരാജ് സുമാൻ ആയിരിക്കില്ല. ഐ മീൻ ഇതില് രാജീവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇറ്റ് ബി ഒരു ന്യൂ പൃഥ്വിരാജ് സുമാരൻ. ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുകയാണെങ്കിൽ അതാണ്, ആസ് എൻ ആക്ടറിലുപരി ഇതിലെ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ടെക്നീഷ്യൻസിനെ അത്ര ട്രസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫ്രീഡം. ഒരു കാര്യത്തിലെ പ്രശ്നമുള്ളൂ, ഡെഡ് ലൈൻ പാലിക്കും. ഡെഡ് ലൈനിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പൊ ഞങ്ങൾ ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. എനിയോ നോബഡി വിൽ ബി എൻ ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഖലീഫ വരുന്നുണ്ട്. അപ്പം വിൽ ഹാവ് ഒരു പൃഥ്വി ബ്ലാസ്റ്റ് തകയായിരിക്കും. ജെയ്സേട്ടാ, ഈ എന്നൊക്കെ പൃഥ്വിരാജ് ജെയ്ക്സ് ബിജോ ഒന്നിച്ചിട്ടുണ്ടോ അതൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്. ആൻഡ് ഇപ്പൊ ജെയ്സേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു പൃഥ്വിരാജ് അത് തന്നെയായിരുന്നു രണം എന്ന സിനിമയിലും. കാരണം അതൊരു ഇന്റർനാഷണൽ ട്രാക്കാണ്, രണത്തിന്റെ ടൈറ്റിൽ ട്രാക്ക്. ഇറ്റ്സ് ബീൻ 10 years അല്ലെ, 2016 രണം പറയുന്നത്, ഐ ഗസ് അല്ലെ. ഇറ്റ്സ് ബീൻ 10 years. പൃഥ്വിരാജ് എന്ന ഒരു ആക്ടറിന് വേണ്ടി എപ്പോഴും കമ്പോസ് ചെയ്യും. അതായത് കടുവ വന്നു, വിലായത് ബുദ്ധ വന്നു, ആക്ടറിന് കമ്പോസ് ചെയ്യുമ്പോൾ വാട്ട് എക്സാക്ട്ലി എന്തായിരിക്കും, എന്ത് പുതിയത് കൊടുക്കാൻ പറ്റും? അല്ല, ഞാൻ എന്റെ എല്ലാ സിനിമയിലും എന്റെ ഫസ്റ്റ് സിനിമ പോലെ ഞാൻ സത്യസന്ധമായിട്ട് അതിപ്പം രാജു എനിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് തരുന്നതുകൊണ്ട് അതിലൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും ഐ അപ്രോച്ച് എവറി മൂവി ആസ് എഫ് ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവി. അപ്പൊ നോബഡിയിൽ ഞാനൊരു ഫ്രഷ് ടീമിനെ കാണുന്നു, അവരുടെ ആ ഒരു എന്തൂസിയാസത്തിൽ പാർട്ടേക്ക് ചെയ്യുന്നു. നിസാമിന്റെ ഞാൻ പറഞ്ഞില്ലേ, നിസാം സീനിനെ അപ്രോച്ച് ചെയ്യുന്നതും ഞാൻ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ നിസാമിൽ നിന്ന് എന്ത് പഠിച്ച എന്റെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പം ഇനിയും ഏത് സിനിമ വന്നാലും എനിക്ക് ആ എനർജി പോകരുത് എന്നുള്ളതാണ്. എല്ലാ സിനിമയും ആദ്യത്തെ സിനിമ പോലെ തന്നെ കാണുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. Okay, one more question. What his reaction? ഈ പാട്ട്, ഈ ഒരു ആന്തം കേട്ടതിന് ശേഷം ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അത് പൃഥ്വി തന്നെ പറയട്ടെ, ഞാൻ അത് പറയുന്നില്ല. അല്ല, ഇതിന്റെ ഇടയിൽ ഒരു ക്രിയേറ്റീവ് ഡിസ്കഷൻ എന്തായാലും നടന്നിട്ടുണ്ടാവുമല്ലോ. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു മെമ്മറബിൾ മൊമെന്റ്സ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? അല്ല, അതാണ് ക്രിയേറ്റീവ്. ഞാൻ കുറച്ച് മലയാളം പാട്ട് വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തു, പക്ഷെ നിസാം ഭയങ്കര ക്ലിയർ ആണ്. നമുക്കിത് ഹിന്ദി പിടിക്കാം, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആന്തം ആയിക്കോട്ടെ. എനിക്ക് വൈറൽ പരിപാടിയൊന്നും വേണ്ട. ലെറ്റ്സ് ജസ്റ്റ് ഡു സംതിങ് ദാറ്റ്സ് ഡിഫറെന്റ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഫോർ ദ മൂവി. അപ്പൊ അത് നമുക്കൊരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അതൊരു ഫ്രീഡം, അതൊരു പുതിയ ഒരു പാട്ടുകളും പുതിയ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ലിബർട്ടി ഉണ്ട്. അത് തന്നെയാണ്. Thank you, Jexeta. Thank you. Waiting for you.
ഓക്കെ Brand Ambassador of Malayalam Cinema, Prithviraj Sukumaran. പൃഥ്വിരാജ് സുകുമാരൻ. ഈ ഒരു മൊമെന്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സൂപ്പർ ഹിറ്റ് റെഡ് എഫ്എമ്മിന്റെ GM മിസ്റ്റർ രാജ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം പൃഥ്വിരാജ് സുകുമാരൻ. മലയാളത്തിന്റെ അഭിമാനം, മലയാള സിനിമയുടെ നിലവാരം, മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം. വെൽക്കം ബ്രൗൺ. ഒരു വലിയ കൈഡ് പോയിട്ട് കാണാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? കമാൺ ഒരുപാട്. പൃഥ്വിരാജ് സുകുമാരൻ, നമ്മുടെ രാജുവേട്ടന് ഈ കയ്യടി മതിയോ? കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് cheer ചെയ്തേ. നമസ്കാരം കൊച്ചി. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഒരു ഈവനിങ്. അത് തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാകാം. താങ്ക് യു ഓൾ ഫോർ ബീയിങ് ഹിയർ. ഒരു ഹോളിഡേ അല്ല, ഒരു അവധി ദിവസമല്ല, വർക്കിംഗ് ഡേ ആണ്. അപ്പോ പല കാരണങ്ങൾ കൊണ്ടും ഇന്നത്തെ ദിവസം മാത്രമേ ഇതിവിടെ നടത്താൻ സാധിക്കൂ എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ആദ്യം ചോദിച്ചത്, അയ്യോ അത് വർക്കിംഗ് ഡേ അല്ലേ, ആളുണ്ടാവുമോ എന്നാണ്. ആളുണ്ടായി. താങ്ക് യു സോ മച്ച്. നോബഡി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഒരു ഫിലിമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ഈ സിനിമ ആദ്യമായിട്ട് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ഞാൻ എത്രത്തോളം ഈ സിനിമയെ കുറിച്ച് എക്സൈറ്റഡ് ആണോ അതിലൊരു 10 മടങ്ങ് ഞാൻ ആസ് എൻ ആക്ടർ ഈ സിനിമയെ കുറിച്ച് എക്സൈറ്റഡ് ആണ്. ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത ഒരു കഥാപാത്രമാണ് രാജീവൻ. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തൊരു സെറ്റാണ് നോബഡിയുടേത്. ഇപ്പൊ സമീർ ഇവിടെ ഉള്ളതുകൊണ്ട് സമീറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഒരുപാട് യങ് പ്രോമിസിങ് റൈറ്റേഴ്സ് ഉള്ള അങ്ങനെ ഒരു വെൽത്ത് ഉള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഒറിജിനൽ, ദി മോസ്റ്റ് ടാലന്റഡ് സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ആണ് സമീർ. ആൻഡ് സമീറിനാണ് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത്. രാജീവനെ എഴുതിയപ്പോൾ രാജീവനിൽ എന്റെ മുഖം കണ്ടതിന്. നിസാം എന്നിവിടെ ഇല്ല. നമ്മൾ ആക്ച്വലി ട്രൈ ചെയ്തു നിസാം എത്തിയിട്ട് ഇത് തുടങ്ങാൻ വേണ്ടി. അതിനാണ് കുറച്ചൊക്കെ ഇത് വൈകിപ്പിച്ചത്. പക്ഷെ നിസാം വളരെ ദൂരെ ഒരു സ്ഥലത്ത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്തുമ്പോൾ ഒരു 8-8:30 മണിയെങ്കിലും കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിസാം ഇല്ലാതെ ഈ പരിപാടി നടത്തേണ്ടി വന്നത്. അഗെയിൻ താങ്ക്സ് ടു നിസാം. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇതിൽ നിസാമിന്റെ ഫിൽം മേക്കിംഗ് ക്രാഫ്റ്റ് ആണ്. അത് ഞാൻ നിസാമിനോട് തന്നെ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ തിയേറ്റേഴ്സ്, ഒരു കാര്യം നിങ്ങൾക്ക് തർക്കമുണ്ടാവില്ല, ഔട്ട്സ്റ്റാൻഡിങ് ഫിൽം മേക്കിംഗ് ക്രാഫ്റ്റ് ഉള്ള ഒരു സിനിമയാണ് നോബഡി. നിസാമിന്റെ ആ ഗൈഡൻസും ഡയറക്ഷനും ഇല്ലായിരുന്നുവെങ്കിൽ രാജീവനോ മീരയോ ഹക്കീം ചെയ്ത കഥാപാത്രമോ ഒന്നും തന്നെ ഈ സിനിമയിൽ ഇന്ന് ഈ രൂപത്തിൽ ഉണ്ടാകില്ലായിരുന്നു. സോ താങ്ക് യു നിസാം. ഓഫ് കോഴ്സ് ജെയ്ക്സ് ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് മാത്രമല്ല, ഈസ് ലൈക്ക് ഫാമിലി റൈറ്റ് നൗ. ഈ സിനിമയുടെ മ്യൂസിക് ആര് ചെയ്യണം എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജെയ്ക്സിന്റെ പേര് ആദ്യം നിസാമിനോട് പറഞ്ഞപ്പോൾ നിസാം എന്നോട് പറഞ്ഞു, ജെയ്ക്സ് ഇങ്ങനെ ഒരു കൺവെൻഷണൽ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറല്ലേ, നമ്മുടെ സിനിമ ജെയ്ക്സിന്റെ ഒരു ഏരിയ ആണോ എന്നോട് ആദ്യം ചോദിച്ചു. ഞാൻ അന്ന് നിസാമിനോട് പറഞ്ഞതാണ് ഞാൻ ഇന്നിവിടെ ആവർത്തിക്കുന്നത്. ഈ കൺവെൻഷണൽ ക്ലാസിക് കമേഴ്ഷ്യൽ മാസ് സിനിമകളിൽ ജെയ്ക്സ് ബിജോയ് ഇന്ന് അബ്സല്യൂട്ട് നമ്പർ 1 ആണ്. പക്ഷെ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു നോബഡിയിലെ ജെയ്ക്സ് ബിജോയ് ആണ് യഥാർത്ഥ ജെയ്ക്സ് ബിജോയ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വർഷങ്ങളായിട്ട് ജെയ്ക്സിനെ അറിയാവുന്നത് കൊണ്ട് ഇതാണ് ജെയ്ക്സിന്റെ ഹോം ഗ്രൗണ്ട് എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഞാൻ കൂടുതൽ പറയില്ല, കാരണം ജെയ്ക്സ് ചെയ്ത ആദ്യത്തെ നോബഡിയിലെ പാട്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കേൾക്കും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇത് എല്ലാവരും പേഴ്സണൽ ആണല്ലോ, സബ്ജക്റ്റീവ് ആണോ. ഞാൻ പറയുന്നത് തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഓഫ് കോഴ്സ് യു ആർ ഫ്രീ ടു തിങ്ക് ഓഫ് ഇറ്റ് ദാറ്റ് വേ. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്ന പാട്ട് കഴിഞ്ഞൊരു 2 to 3 weeks മുമ്പാണ് ജെയ്ക്സ് ആദ്യം എനിക്ക് അതിന്റെ ഒരു ട്രാക്ക് അയച്ചു തരുന്നത്. ഞാൻ എന്റെ സിനിമകളിൽ ജെയ്ക്സ് ചെയ്ത പാട്ടുകളിൽ രണം എന്ന സിനിമയുടെ ടൈറ്റിൽ ട്രാക്കിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ട പാട്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ദാറ്റ് ട്രാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണിത്. ആൻഡ് huge credit for that goes to Sudhir. Your voice is a superstar in Kerala already because Durandar was a huge hit like everywhere else in Kerala as well. And I love the track in that film that you sang. But if I had to choose one, I'm going to still choose this because what a rendition, man. Amazingly done. Thank you so much for doing this for us. And the co-actors, Hakeem and Hakeeminekal
പ്രധാനപ്പെട്ട രണ്ട് കുഞ്ഞു കോ ആക്ടേഴ്സ് ഉണ്ട്, നക്ഷത്ര, ഐറ. എന്നോട് ഈ സിനിമയിലെ ഏറ്റവും നല്ല പെർഫോമൻസസ് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് പാർവതിയുടെയോ എന്റെയോ ഹക്കീമിന്റെയോ ഒന്നുമല്ല. ഇവർ രണ്ടുപേരുടെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പെർഫോമൻസസ്. ഇത് വെറുതെ രണ്ട് കുഞ്ഞുങ്ങൾ ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കുട്ടികളല്ലേ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്ന് കരുതിയല്ല ഞാൻ പറയുന്നത്. കാരണം ഇവർ രണ്ടുപേരും ചെയ്ത കഥാപാത്രങ്ങൾ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് പോയിന്റ്സ് ഷോൾഡർ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്. അത് ജെന്യുവൻലി ആസ് ആക്ടേഴ്സ് അവർ ചെയ്തത് ഐ എം ഇൻ ഓ ഓഫ് ദം. രണ്ടുപേരും വളർന്ന് വലിയ ആക്ടേഴ്സ് ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആയില്ലെങ്കിൽ ഐ വിൽ ബി ഡിസപ്പോയിന്റഡ് ബിക്കോസ് യു ആർ സോ ടാലന്റഡ്. ലാസ്റ്റ് ബട്ട് ഓഫ് കോഴ്സ് നോട്ട് ദ ലീസ്റ്റ്, മൈ പാർട്ട്ണർ, എൻ്റെ നിങ്ങളെ പിന്നെ വിളിക്കായിരിക്കും. ഒരു വലിയ കേട്ടൊരു കുഞ്ഞു താരങ്ങൾക്ക് ഇത് ഐറ, ഇത് നക്ഷത്ര. രണ്ടിനും നല്ല കുറുമ്പുണ്ടെങ്കിലും നല്ല കിടിലൻ ആക്ടേഴ്സ് ആണ്. സോ പറഞ്ഞു വന്നത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈ പാർട്ട്നേഴ്സ്, മൈ ഫ്രണ്ട്സ്. ഇറ്റ്സ് സ്ട്രേഞ്ച്, കാരണം മുകേഷ് സാറിന്റെയും സാരഥിയുടെയും പേരുകൾ പറയുമ്പോൾ ഐ എം ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് എ പാർട്ട്ണർ കമ്പനി, E4 എക്സ്പെരിമെന്റ്സ്. ഞാൻ മൂന്നാമതൊരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവർ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ആൾക്കാരാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഐ എം കംപ്ലീറ്റ്ലി ലോസ്റ്റ് ട്രാക്ക് ദാറ്റ് ഓക്കെ വി ആർ ടു ഡിഫറെന്റ് കമ്പനീസ് അസോസിയേറ്റിംഗ് എന്നുള്ളത്. ഇത് ഞങ്ങൾ ചെയ്ത മൂന്നാമത്തെയോ നാലാമത്തെയോ സിനിമയാണ്. ദേ ആർ ദി അബ്സല്യൂട്ട് ബെസ്റ്റ് പാർട്ട്നേഴ്സ് ഐ കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ. ഞാനൊരു കഥ ഇഷ്ടപ്പെട്ടിട്ട് മുകേഷ് സാറിനെ വിളിച്ചാൽ ദ ഫസ്റ്റ് തിങ് ഹി സേസ് ഇസ് സർ യു ലൈക്ക് ഇറ്റ്, വി ആർ ഡൂയിങ് ഇറ്റ് എന്നുള്ളതാണ്. അത് പറച്ചിൽ മാത്രമല്ല, ട്രൂ ബ്ലൂ ഫിലിം ലവേഴ്സ് ആണ് ഈ പ്രൊഡ്യൂസേഴ്സ്. കാരണം ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് അത് മനസ്സിലാക്കി അതിനെന്ത് വേണോ ആ പൈസ ചെലവാക്കി അത് ആ സ്കെയിലിൽ ആ സിനിമ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഡ്രീം പാർട്ട്നേഴ്സ് ആണ് E4 എക്സ്പെരിമെന്റ്സ്. താങ്ക് യു ഫോർ ദ ട്രസ്റ്റ് സർ, താങ്ക് യു ഫോർ ദി അസോസിയേഷൻ. ഇനിയും ഉണ്ടാകും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എക്സ്പെരിമെന്റ്സും തമ്മിൽ സിനിമകൾ. ഉടനെ തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യും. ഈ വരുന്ന 9-ാം തീയതി ഈ സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും. സമീർ പറഞ്ഞ പോലെ വലിയ പ്രത്യേകതകളൊന്നും ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല. പക്ഷെ ഐ ട്രൂലി ബിലീവ് ഇതൊരു എൻഗേജിങ് എന്റർടൈനിങ് സിനിമയാകും എന്നുള്ളത്. വളരെ പണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളത്. വളരെ സുപരിചിതമായ കഥാ സാഹചര്യങ്ങൾ ഒട്ടും സുപരിചിതമല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു സിനിമയാണ് ഐ നോബഡി. ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഇതിനപ്പുറം പറയാൻ മറ്റൊന്നുമില്ല. താങ്ക് യു ടു ഓൾ മൈ കോ ആക്ടേഴ്സ്, കോ ടെക്നീഷ്യൻസ്, എവരിവൺ ഹു വാസ് പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട്. വൺസ് അഗൈൻ ഇന്നിവിടെ എത്തിയതിന് നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ നന്ദി, ഒരുപാട് സന്തോഷം. സീ യു ഓൾ ഇൻ ദ തിയേറ്റേഴ്സ് ഓൺ ദ 9th of July. താങ്ക് യു. താങ്ക് യു രാജുവേട്ടാ. ഒരു ചോദ്യം ചോദിക്കാൻ അവിടെ രാജുവേട്ട, ഞാൻ ദാ ഇവിടെ നിന്നപ്പോ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു, രാജുവേട്ടൻ എന്തൊരു സുന്ദരനാ, രാജുവേട്ടൻ എന്തൊരു സുന്ദരനാണ്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിലും സ്വപ്നക്കൂട്, പോക്കിരി രാജ, അങ്ങനെ എല്ലാ സിനിമയിലും അന്നിരിക്കുന്ന പോലെ തന്നെയാണ് രാജുവേട്ടൻ ഇന്നും ഇരിക്കുന്നത്. എന്താണ് രാജുവേട്ടന്റെ ബ്യൂട്ടി സീക്രട്ട്? അന്നിരിക്കുന്ന പോലെ അല്ല, ഇപ്പൊ പ്രായമായി, 43 വയസ്സായി. ഞാൻ യൂഷ്വലി ആ പെർട്ടിക്കുലർ ടൈമിൽ ചെയ്യുന്ന സിനിമയുടെ കഥാപാത്രം എന്താണോ അതിന്റെ ലുക്കിലാണ് ഉണ്ടാകാറുള്ളത്. ഇതിപ്പോ ആമിർ അലി ഇങ്ങനെ ആയതുകൊണ്ട് ആമിർ അലിയെ പറ്റി പറയാൻ ഇനി സമയമുണ്ടല്ലോ. ഞാൻ ആ സിനിമയുടെ റിലീസുമായി സംബന്ധിച്ച് തീർച്ചയായും മിനിഞ്ഞാന്ന് പാക്കപ്പ് ആയതേ ഉള്ളൂ സിനിമ. ഓഗസ്റ്റ് 20-ാം തീയതി ആ സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും. ഐ നോബഡി പോലെ തന്നെ അതും ഒരു ജേക്സ് ബിജോയ് കത്തിക്കൽ ആയിരിക്കും. കത്തിച്ച് തുടങ്ങി. അല്ല രാജുവേട്ടാ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു സംഭവമാണ്. കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്നുണ്ട്. ശരീരം ഒരു 10-15 കിലോ കുറയ്ക്കാൻ വേണ്ടി ഒരു വർഷം ഞാൻ കഷ്ടപ്പെട്ടു. രാജേട്ടൻ ഓർമ്മയുണ്ടോ? 15 കിലോ എവിടുന്ന് കുറയ്ക്കാൻ? ഇനി കുറയ്ക്കാനില്ല, കുറഞ്ഞതാ. ഓർമ്മയുണ്ടല്ലോ പണ്ട് കണ്ടത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ ശരീരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിലൊരു ലുക്ക് വേറെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രാജുവേട്ടന്റെ ഈ ലുക്ക് വേറെ, നേരത്തെ ആട് ജീവിതത്തിൽ കണ്ടപ്പോൾ ലുക്ക് വേറെ. ഈ ബലൂണെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു? അല്ല, അതാ നമ്മളെ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ ആണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പോ ആസ് എൻ ആക്ടർ നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം ഞാനത് അല്ല, ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ കൈയടി കിട്ടും എന്നുള്ളതുകൊണ്ട് പറയല്ലോ. നമ്മൾ ശരിക്കും ഇപ്പൊ മമ്മൂക്കനെ നമ്മൾ ഏത് കഥാപാത്രമായിട്ട് കണ്ടാലും മൂപ്പര് അതുപോലെ ഇരിക്കുന്നു എന്ന് തോന്നില്ല നമുക്ക്. ഇപ്പൊ അമരത്തിൽ അച്ചൂട്ടിയായിട്ട് കണ്ടാലും ഒരു തനി മുക്കുവനായിട്ട് തോന്നും. ഇപ്പൊ നമുക്ക് കിങ്ങിലെ കളക്ടറായിട്ട് കണ്ടാലും ശരിക്കും ഒരു അങ്ങനത്തെ ഒരാളായിട്ട് തോന്നും. അപ്പൊ ആ രീതിയിൽ മൂപ്പര് ഫിസിക്കലി അങ്ങനെ ഭയങ്കര ഈസിലി ക്യാരക്ടേഴ്സിലേക്ക് ലെൻഡ് ആവുന്ന ഒരാളാണല്ലോ. കമൽ സർ അങ്ങനെയാണ്, കമൽ ഹാസൻ സർ അങ്ങനെയാണ്.
അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഇൻസ്പിറേഷൻ. അപ്പോ നാളെ ഒരു ഫിലിം മേക്കർ വന്നിട്ട് എന്റെ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് രാജീവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന പോലെ അങ്ങനെ ആയിത്തീരാ. അപ്പൊ നാളത്തെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാരണാസി എന്ന് പറയുന്ന സിനിമയിൽ മറ്റൊരു ലുക്കും ശരീരവും എങ്ങനെയായിരിക്കും അത് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആമിർ അലിന്റെ ലുക്കാണ്. ഓക്കെ ഓക്കെ രാജുവേട്ട, എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആ ചോദിക്കാം. നല്ല കാര്യം. അതെ, അതായത് പൃഥ്വിരാജ് എന്ന പെർഫോമറിനെ മലയാളത്തിന് അറിയാം. ഈ ഒരു സിനിമയില് രാജുവേട്ടൻ വിലയിരുത്തുമ്പോ എന്റെ പെർഫോമൻസിനെ എലിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ജേക്സ് ബിജോയ് പെർഫോമൻസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മ്യൂസിക് ഉണ്ട് എന്ന് തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ഈ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഇപ്പൊ ഒരു നടൻ ഒറ്റയ്ക്ക് ഒരു ഗംഭീര പെർഫോമൻസ് കൺസ്ട്രക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനാദ്യം ആവശ്യം നല്ലൊരു റിട്ടേൺ മെറ്റീരിയലാണ്. അതെനിക്ക് കിട്ടി, സമയം അതെനിക്ക് തന്നു. അതിനുശേഷം ആവശ്യം ആ മെറ്റീരിയലിനെ നല്ല രീതിയിൽ കൺസീവ് ചെയ്യാൻ മാത്രം ക്രാഫ്റ്റും ക്ലാരിറ്റിയും ഉള്ള ഒരു ഫിലിം മേക്കറാണ്. അതും എനിക്ക് കിട്ടി. പിന്നെ ആ പ്രോജക്റ്റിലേക്ക് ഒത്തുചേരുന്ന മറ്റ് ടെക്നീഷ്യൻസ്, അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സ്, അവരവരുടെ ക്രാഫ്റ്റുകൾ കൊണ്ട് ആ റിട്ടേൺ മെറ്റീരിയലിലേക്ക് സംവിധായകനെ പോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അതും ദൈവം സഹായിച്ച ഈ സിനിമയ്ക്കുണ്ട്. സിനിമാറ്റോഗ്രാഫർ, പ്രൊഡക്ഷൻ ഡിസൈനർ, ജേക്സ്, അങ്ങനെ ഒരുപാട് പേര്, കോ ആക്ടേഴ്സ്, എല്ലാവരും ചേർന്നിട്ടാണ് ഓരോ പെർഫോമൻസസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഒരാൾ കത്തിക്കുകയോ അണയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൊളാബറേറ്റീവ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയ ഒരു സിനിമയാണ് ഐ നോബഡി എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് രാജീവൻ ഇസ് എ പെർഫോമൻസ് ദാറ്റ് ടു മീ ഐ എം വെരി ഹാപ്പി അബൌട്ട്. ഇന്ന് എൻ്റെ അടുത്ത് ഒന്നുകൂടി ഈ സിനിമ ഷൂട്ട് ചെയ്താൽ ബെറ്റർ ആക്കാൻ പറ്റുന്ന സീനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരുപാടുണ്ട്. ഒരുപാട് സീനുകൾ ഇതിലും ബെറ്റർ ആക്കാമായിരുന്നു. പക്ഷെ ഞാൻ ആടുജീവിതത്തിന്റെ സമയത്ത് പറഞ്ഞതുപോലെ എന്നോട് ചോദിക്കുകയാണ്, ഇതിൽ ഏതെങ്കിലും ഒരു സീനിൽ ഒരു 100% കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അതില്ല. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. രാജുവേട്ട, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ ദ ആന്തം ലോഞ്ച്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇപ്പൊ നമ്മൾ ഖലീഫിനെ പറ്റി സംസാരിച്ചു, നോബഡിനെ പറ്റി നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പിൾ ഓഫ് ഡേയ്സ് ബാക്ക് ഒരു പോസ്റ്റർ ലോഞ്ച് ഞങ്ങൾ കണ്ടിരുന്നു. ഒടിയൻ എന്ന സിനിമ പൃഥ്വിരാജ് സുകുമാരനെയും രാഹുൽ സദാശിവൻ ഡയറക്ട് ചെയ്യുന്നു. കരൺ ജോഹറിന്റെ ഡെബ്യൂ പ്രൊഡക്ഷൻ. എന്തെങ്കിലും പറയാറായോ ആ സിനിമയെ പറ്റി? ഷൂട്ട് തുടങ്ങിയിട്ടില്ലെന്ന് അറിയാം, പക്ഷെ എന്താണ് പൃഥ്വിരാജ് സുകുമാരൻ എന്നൊരു ആക്ടറിനെ അതിലേക്ക് നയിച്ചത്? ഞാൻ വരാം. ഞാൻ കരൺ ജോഹറിനെയും രാഹുലിനെയും മഞ്ജുനെയൊക്കെ വിളിച്ചുകൊണ്ട് ലുലു മോളിൽ അന്ന് വരാം. അപ്പൊ അന്ന് സംസാരിക്കാൻ നമുക്ക് ഇനി സമയമുണ്ടല്ലോ. ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രാഹുലിന്റെ കഥയും കാര്യങ്ങളെല്ലാം. എനിക്ക് തോന്നുന്ന മലയാളത്തിൽ നമ്മൾ ആ ജോണറിൽ, ഹൊറർ ജോണറിൽ കണ്ടിട്ടുള്ളതിൽ ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അത്രയേ ഉള്ളൂ പറയാൻ. നമ്മുടെ ജേക്സ് ഏട്ടൻ, ജേക്സ് ബിജോയ് വേദിയിലേക്ക് വരൂ. അപ്പൊ കൂടുതൽ പറയുന്നില്ല. ഐ വുഡ് വാണ്ട് സുധീർ ടു സിംഗ് ഇറ്റ്. ഇതിന്റെ ട്രാക്ക് ഇപ്പൊ സുധീർ പാടും. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ബോംബെ പോയി ആൻഡ് സുധീറിനെ പരിചയപ്പെട്ടു. സിദ്ധാന്ത് കൗശൽ എന്ന് പറയുന്ന കിൽ എന്ന് പറയുന്ന സിനിമയിൽ ലിറിസിസ്റ്റ് ആയിരുന്നു നമുക്ക് എഴുതി തന്നത്. ആൻഡ് ഈ പാട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഇത് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ബോംബെയിൽ ഞാൻ ചെന്നിട്ട് ഒരു 2-3 പേരെ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് യാദൃശ്യമായിട്ടൊരു ഫോൺ കോളിന്റെ ഇതിൽ തന്നെ സുധീറിന് നമ്മളോട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. ഇമ്മീഡിയറ്റ്ലി സുധീറിനെ ശ്രേയ ഘോഷാലിന്റെ സ്റ്റുഡിയോയിലായിരുന്നു നമ്മൾ വിളിച്ചത്. സുധീർ വന്നു ആൻഡ് ഒരു 2-3 hours നമ്മൾ പാടി തീർത്തു. സുധീർ, വെൽക്കം ടു കേരള. വെൽക്കം ടു കേരള. സർ, ദുരന്തറിലെ ആരി 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 ആ സോങ് എത്ര പേരുടെ റിംഗ് ടോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് ആൾക്കാരെ വിളിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കോളർ ട്യൂൺ ആണ്. ആ ഒരു പാട്ടിന് പിന്നിലാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് എനി മലയാളം? We have been speaking a lot of Malayalam here. Were you able to follow anything? I don't understand Malayali. Okay. And my English is also like broken. Broken, okay. I understand Hindi, I speak Hindi, Punjabi. Okay. So, but I can sing in every language. You can sing in every language. Okay. And have you listened to any Malayalam songs before? Yes. Of course. Of course. But one of my bandmates is from Kerala. His name is Nigel Joe Harris. What? So, my band member, Okay. the keyboard player, he's from Kerala. Okay. So band members എല്ലാവരും മലയാളികളാണ്, കേരളത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. Can you sing a Malayalam song? Try? No. Oh my God. വേണ്ട.
അത്രയും വലിയ ടാസ്ക് ഒന്നും ഇവിടെ കൊച്ചി കേരളത്തിൽ എത്തുമ്പോൾ കൊടുക്കല്ലേ എന്നല്ലേ? Jake sir have to guide me. Okay. Word by word that I can sing. Yes. Can you speak a few words about this amazing song, the I Nobody anthem, So the much can I- awaited theme song? Sir, can I speak in Hindi? Understand Hindi here? ഹിന്ദി നമുക്ക് പോവില്ലേ? ഹിന്ദി കൊച്ചി. ഓക്കെ അല്ലേ? അല്ലേ കൊച്ചി? So this is my first song in any South Indian movie. So very special, और special इसलिए भी है because पृथ्वीराज सर के लिए and जेक सर के साथ. So सबसे पहले तो तालियां जेक सर के लिए बनते हैं कि मुझे उन्होंने ढूंढ के निकाला और ये गाना मुझसे गवाया. Thank you so much sir. बहुत बहुत शुक्रिया. एक बार जोरदार तालियां please. Get out Really, for can you sir. come on guys for Jake Bijoy? और इट्स वेरी स्पेशल फॉर मी. बहुत खास है मेरे लिए क्योंकि जैसा कि मैंने कहा पहला है. दिस इज माय फर्स्ट एक्सपीरियंस एंड दैट टू विद द लेजेंड्स. Okay, the first time in Malayalam, that too with a blockbuster thing, right? भाई सुधीर भाई, मैं भी दिल्ली से, मतलब दिल्ली कनेक्शन हमारा बहुत ज्यादा है यार. दिल्ली में कहाँ से? नॉर्थ दिल्ली. नॉर्थ दिल्ली से. ओके, अब ये स्टेज आपका है, अब निकलने वाला है. अब ये स्टेज आपका है, आपको करना है जो करना है, दिल्ली वाले करते हैं. सब मिलकर करेंगे. हाँ, ठीक है. एवरीवन टुगेदर. ठीक है, थैंक ऑल योर स्टेज मैन, थैंक यू. ഭയങ്കര സന്തോഷവും എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ 9-ാം തീയതി ഈ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഇവരെയൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആക്ച്വലി നമ്മുടെ സിനിമയുടെ എല്ലാമായ അസോസിയേറ്റ് ഡയറക്ടർ ബെന്നി ഇവിടെ ഉണ്ട്. ബെന്നിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ട പ്രോമോ സോങ്ങിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോ ഒരു ക്യാമറമാൻ കം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് ദി ഫിലിം അദ്ദേഹമാണ് ഈ സിനിമ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും ഞങ്ങൾക്ക് വേണ്ടി. കൃഷ്ണൻ ഓഫ്കോഴ്സ് ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. നമ്മൾ വീണ്ടും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ഒരു പേര് എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ ആക്ച്വലി ആദ്യം എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ അബ്സല്യൂട്ട് ടോപ്പിൽ നിൽക്കുന്ന ഒരു എഡിറ്ററാണ്. അപ്പൊ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. സന്തോഷപൂർവ്വം അദ്ദേഹം ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഒരു 10-12 ദിവസങ്ങൾ എറണാകുളത്ത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നിസാം എന്നെ ആ ഫുട്ടേജ് കാണിക്കാൻ വീട്ടിൽ വന്നു. വീട്ടിലാണെന്ന് തോന്നുന്നു. ഞാൻ ആ ഫുട്ടേജ് കണ്ടു. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നിസാമിനോട് ആദ്യം ചോദിച്ചതാണ്, നിസാം ഇത് ഇപ്പൊ ഞാൻ കണ്ട ഈ എഡിറ്റ് ഇനി എങ്ങനെ ബെറ്റർ ആക്കും എന്നാണ് നിസാം പറഞ്ഞത്. അപ്പൊ നിസാം എന്നോട് ഞാൻ എനിക്കും അതൊരു ചിന്തയുണ്ട്, നമുക്ക് നമ്മുടെ സ്പോട്ട് എഡിറ്റ് ചെയ്യുന്ന ആളെ ഇൻഡിപെൻഡന്റ് ആക്കിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനപ്പുറം ഒരു ഡിസ്കഷൻ ഇല്ല, നമ്മുടെ സ്പോട്ട് എഡിറ്റ് ചെയ്യുന്ന ആളാണ് ഈ സിനിമയുടെ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് റമീസ് എന്ന പുതിയ എഡിറ്ററെ ഞങ്ങൾ ഈ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിനിമ നാളെ എന്തായാലും ആയില്ലെങ്കിലും റമീസ് മലയാള സിനിമയിലെ ഒരു ടോപ്പ് ടെക്നീഷ്യൻ ആകും എന്നെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് ഫിലിം. So yes, can we have a photo section of the crew? രാജുവേട്ടാ പോരുത്, ബാക്കി ഡാൻസ് ടീമിൽ ഒരു ഫോട്ടോ കൂടെ എടുക്കണം കുട്ടികൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് ആഫ്റ്റർ ദാറ്റ്